പ്രവീൺ പുരുഷോത്തമൻ നൽകും പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ. പ്രവീൺ, തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പത്തനംതിട്ടയിൽ നടപടിയുണ്ടോ? വിനീത, പത്തനംതിട്ടയിൽ കടുത്ത നടപടിയിലേക്കാണ് ഇപ്പോൾ CPIM സംസ്ഥാന നേതൃത്വം പോകുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. അതിനുശേഷം തിരുവല്ലയിലെ വിഭാഗീയതയിൽ പാർട്ടിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയെ അറിയിച്ചു. അതിനുശേഷം ലോക്കൽ കമ്മിറ്റിയെയും ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു തീരുമാനം വരാൻ സാധ്യതയുള്ളത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. കൊച്ചുമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ അവിടെ പ്രവർത്തന റിപ്പോർട്ട് ചോർന്നിരുന്നു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊച്ചുമോന് ആണ് എന്നാണ് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ കൊച്ചുമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാൻ പോകുന്നത്. പകരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ജെനു മാത്യുവിനെയായിരിക്കും അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ജെനു മാത്യു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുന്നു. അതിനുശേഷം ഈ മാസം 9-ാം തീയതി തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അത് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കാണെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തി. പകരം ചുമതല മറ്റൊരു നേതാവിന് നൽകുന്നു. 9-ാം തീയതി വീണ്ടും ലോക്കൽ സമ്മേളനം നടത്താൻ പോകുന്നു. അവിടെ പ്രതിനിധികളെ മാത്രമായിരിക്കും തെരഞ്ഞെടുക്കുക. നിലവിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ജെനു മാത്യുവിനെ നിയമിച്ചിരിക്കുന്നു. അതേസമയം തന്നെ തിരുവല്ല മുൻ CPIM ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ആന്റണിക്ക് താക്കീതും നൽകിയിട്ടുണ്ട്. കാരണം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഫ്രാൻസിസ് ആന്റണിക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടായിരുന്നു. അതായത് അതിൽ ഒരു വരിയാണ് CPIM സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ആ വരി എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ പാർട്ടിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അത് ഒരുപക്ഷെ BJPയോ RSSോ പാർട്ടിയെ അവർ പോലും CPMനെതിരെ പ്രവർത്തിക്കാത്ത രീതിയിൽ CPM നേതാക്കൾ തന്നെ CPM പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു പ്രവർത്തന റിപ്പോർട്ടിലെ ഒരു വാചകം. ആ വാചകമാണ് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. പാർട്ടിയെ ഇല്ലാതാക്കാൻ CPI മുൻ തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ആന്റണി ശ്രമിച്ചു എന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിസ് ആന്റണിക്ക് ഒരു താക്കീത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം കഴിഞ്ഞ 13-ാം തീയതി കൂടിയപ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രവർത്തന റിപ്പോർട്ട് എല്ലാ അംഗങ്ങൾക്കും കൊടുക്കുകയും അതിൽ കടുത്ത വിമർശനം വന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു വാങ്ങുകയുമായിരുന്നു. മറ്റൊന്ന്, ഈ തോമസ് ഐസക്കിനെതിരെ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫ്രാൻസിസ് പി ആന്റണി ഉൾപ്പെടെയുള്ളവർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന നേതൃത്വം ഇടപെടുകയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പത്തനംതിട്ടയിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. അത് താഴ്ഘടകങ്ങളിലേക്ക് അത് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി പകരം ജെനു മാത്യുവിനെ ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ആന്റണിക്കെതിരെ ഒരു താക്കീതും നൽകിയിരിക്കുന്നു. വിനീത, ശരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലേത് സമാനമായൊരു കടുത്ത നടപടി ഉണ്ടായിട്ടില്ല എങ്കിലും പത്തനംതിട്ടയിലും നടപടികളിലേക്ക് കടന്നിരിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.